നമസ്കാരം. ഇന്ന് ജൂലൈ 27 ശനിയാഴ്ചയാകുന്നു. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ജ്യോതിഷപരമായി സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ചില ശുഭകരമായ യോഗങ്ങളാൽ ചില രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ, പ്രയോജനങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കാൻ പോകുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. ശനിദേവന്റെ കടാക്ഷത്താൽ കൂടിയാണ് ഇത്തരത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാനായി പോകുന്നത്. മീനം രാശിക്ക് ശേഷം ചന്ദ്രൻ മേടത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ശനിദേവൻ അതിൻ്റെ യഥാർത്ഥ ത്രികോണ രാശിയായ കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്നു. തന്മൂലം ശശരാജയോഗമാണ് രൂപാന്തരം കൊള്ളുന്നത്. കൂടാതെ ഇന്ന് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ സപ്തമി തിഥി കൂടിയാകുന്നു. അതിനാൽ തന്നെ ഈ ദിവസം ശശരാജയോഗത്തോടൊപ്പം രവിയോഗവും ശുക്രാദിത്യ യോഗവും രേവതി നക്ഷത്രവും ചേർന്നുള്ള ശുഭകരമായ സംയോജനവും സംഭവിക്കുന്നതാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ 4 രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം. ജാതകത്തിൽ ശനിയുടെ സ്ഥാനം അനുകൂലമാകും. ശനിദേവന്റെ കടാക്ഷം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. ആ ഭാഗ്യരാശികൾ ഇപ്രകാരമാണ്. മേടം രാശിക്കാർക്ക് ജൂലൈ 27 പുരോഗതികൾ നിറഞ്ഞ ദിവസമായിരിക്കും. കാരണം പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ലക്ഷ്യങ്ങൾ കൂടുതൽ തന്നിലേക്ക് അടുക്കുന്നതായി അനുഭവപ്പെടുന്ന ദിവസങ്ങളായി മാറും. കൂടാതെ ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. വിവാഹിതരായ വ്യക്തികൾക്ക് തീർച്ചയായും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതായ സമയമാണ്. കൂടാതെ മനോവീര്യം നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. അതായത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സാധിച്ചു എന്ന് വരാം. ജോലികൾ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയോ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനോ സാധിച്ചു എന്ന് വരാം. ശനിദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലാഭവും അതേപോലെ തന്നെ സന്തോഷകരമായ നിമിഷങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. അഥവാ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ ദിവസമായി ഭവിക്കും. കൂടാതെ പൂർണ്ണമായ പിന്തുണ പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ബന്ധങ്ങൾ മികച്ചതായി തീരും. ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക്, അത് സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള ചില പ്രശ്നങ്ങൾക്ക് ചില പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ടു പോകുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയം എന്ന് തന്നെ പറയാം. മറ്റൊരു രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, യാത്ര പോവുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുട്ടികളുടെ ഭാവിക്കായി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില നിക്ഷേപങ്ങൾ, അത്തരം ചില ചിന്തകൾ വരികയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മവിശ്വാസം അല്പം വർദ്ധിക്കുന്നതാകുന്നു. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും ഊർജ്ജസ്വലത, പുരോഗതി ദൃശ്യമാകുന്ന സമയം എന്ന് തന്നെ പറയാം. കൂടാതെ മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ലാഭം അല്പം വർദ്ധിക്കാം. തൊഴിൽ ലഭിക്കുകയോ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയോ ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നിക്ഷേപങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യകാര്യത്തിൽ അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അത്തരം ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശനിദേവനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ശനി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശനിദേവനെ ഭജിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശി കന്നി രാശിയാകുന്നു.
കന്നി രാശിക്കും വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കന്നി രാശിക്കാരുടെ വ്യക്തിത്വം അനുകൂലമാകുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ശനിദേവന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിൽ പല പ്രശ്നങ്ങളും നേരിട്ട് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സ്വാധീനമുള്ള ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. വ്യക്തിബന്ധങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. പ്രണയ ജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി ഭവിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങൾ തിടുക്കത്തിൽ എടുക്കേണ്ടതായി വരാം. അത്തരം തീരുമാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എടുത്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജോലി കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി പുറത്തു പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബാന്തരീക്ഷം പൊതുവിൽ ശുഭകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വന്നു ചേരുന്ന പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശനിദേവനെ ഭജിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ഓർക്കുക. മറ്റൊരു രാശി മകരം രാശിയാകുന്നു. മകരം രാശിക്കാർക്ക് സന്തോഷകരമായ ദിവസമായി മാറും എന്ന കാര്യം ഓർക്കുക. മകരം രാശിക്കാർക്ക് ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരാണ് നിങ്ങൾ. അതിൽ ചില പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കണ്ടെത്തുകയോ ആശ്വാസം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ശനി കടാക്ഷത്താൽ ജീവിതം പുതിയൊരു ദിശയിലേക്ക് നീങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അത് കരിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. പണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ശനിദേവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല പദ്ധതികളും വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണം ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലാഭിക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. തൊഴിൽ ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ സഹായം ജീവിതത്തിൽ ലഭിക്കുന്നതായ സമയമാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ചേരണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാനുള്ള ചില ചിന്തകൾ വരികയോ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങൾക്കും സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപരമായി ഉണ്ടായിരുന്നതായ ചില മോശാവസ്ഥകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ അത്തരം കാര്യങ്ങളിൽ അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ അല്പം സന്തോഷം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പലരുടെയും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതായ സമയം എന്ന് പറയാം. ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുക. ഈ സമയം ശനിദേവനെ ആരാധിക്കുന്നതും ശനിദേവന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.